السلام عليكم ورحمة الله. اليوم ندرس اللغة العربية. الدرس الثالث മൂന്നാമത്തെ അധ്യായം. الصدق نجاني സത്യസന്ധത എന്നെ രക്ഷിച്ചു. നമ്മൾ നേരത്തെ അധ്യായത്തിന്റെ ഹെഡിങ് വായിച്ചു. അസ്സിദ്ഖു നജ്ജാനി. അസ്സിദ്ഖ് എന്ന വേർഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അസ്സിദ്ഖ് അസ്സിദ്ഖു ഇസ്മുൻ സിദ്ഖുൻ ഇസ്മുൻ മസ്തർ സ്വദഖ. സ്വദഖ എന്ന വേർഡിന്റെ മസ്തറാണ്. എന്ന് വെച്ചാൽ ഒരു വേർഡ് എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് അതിനെയാണ് മസ്തർ എന്ന് പറയുക. ആ മസ്തറാണ് സിദ്ഖ്. സ്വദഖ എന്ന വേർഡിന്റെ മസ്തറാണ് സിദ്ഖ്. സിദ്ഖിൽ നിന്നാണ് സ്വദഖ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. സിദ്ഖ് എന്ന വേർഡ്, സത്യസന്ധത എന്ന വേർഡ് നൗണാണ്, ഇസ്മാണ്. ഇവിടെ അതിന്റെ മീനിങ് ആണ് പറയാൻ പോകുന്നത്. അസ്സിദ്ഖു സത്യസന്ധത, മുതാബഖത്തുൽ കലാമി ലിൽ വാഖിഇ സംഭവത്തോട് വർത്തമാനം, സംസാരം യോജിക്കുന്നതിനെയാണ് സിദ്ഖ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നു, അതിനെക്കുറിച്ച് നടന്നത് കാര്യം തന്നെ പറയുന്നതിനെയാണ് സത്യസന്ധത എന്ന് പറയുക. ആ നടന്ന സംഭവത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ അതിന് കളവ് പറയുക എന്നാണ് പറയുക. ഹുവ റജുലു സിദ്ഖിൻ ഐ സ്വാദിഖുൻ ലാ യഖൂനു. ഇവിടെ നമ്മൾ വേർഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹുവ അവൻ, റജുലു സിദ്ഖിൻ സത്യസന്ധതയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ ഐ സ്വാദിഖുൻ അവൻ സത്യസന്ധനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ലാ യഖൂനു അവൻ വഞ്ചിക്കുന്ന ആളല്ല, മറിച്ച് സത്യസന്ധനാണ്. ഇവിടെ വേർഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. ഹിയ ഇംറഅതു സിദ്ഖിൻ. അപ്പോൾ വേർഡിന് ഒരു മാറ്റവും വരുന്നില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും സിദ്ഖ് എന്ന വേർഡിന് മാറ്റമില്ല. സിദ്ഖിൻ ഹിയ ഇംറഅതു സിദ്ഖിൻ. അവൾ സത്യസന്ധതയുടെ സ്ത്രീയാണ്. എന്ന് വെച്ചാൽ സത്യസന്ധതയുള്ള സ്ത്രീയാണ്. ഇനി സ്വദഖ സത്യം പറയുക. ഫഇലുൻ അത് വെർബാണ്. സ്വദഖ യസ്ദഖു സിദ്ഖൻ ഫഹുവ സ്വാദിഖുൻ വൽ മഫ്ഊലു മസ്ദൂഖുൻ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിച്ചതാണ്. എന്ന് വെച്ചാൽ സ്വദഖ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, യസ്ദഖു പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ്, സിദ്ഖൻ തപ്പ പഠിച്ചതാണ്. അത് മസ്ദറാണ്. ഫഹുവ സ്വാദിഖുൻ സത്യസന്ധനാകുന്നു, സത്യം പറയുന്നവൻ. മഫ്ഊലു മസ്ദൂഖുൻ. മനസ്സിലായില്ലേ? ളിദ്ഹു കദബ. കദബ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ വിപരീതമാണ് ളിദ്, വിപരീതം, ഓപ്പോസിറ്റ്. ഫഇലുൻ അത് വെർബാണ്. കദബ പറഞ്ഞാൽ കളവ് പറയുക. യക്ദിബു ഫ്യൂച്ചർ ഓർ പ്രസന്റ് ടെൻസ്. കദിബൻ നമ്മുടെ സിദ്ഖ് എന്നുള്ളതിന്റെ അതേപോലെ തന്നെ മസ്ദറാണ്. വേർഡ് എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് അത്. ഫഹുവ കാദിബുൻ കളവ് പറയുന്നവൻ. വൽ മഫ്ഊലു മക്ദൂബുൻ കളവ് പറയപ്പെട്ടത് അല്ലെങ്കിൽ സത്യം പറയപ്പെട്ടത്. നമ്മൾ നേരത്തെ അധ്യായത്തിന്റെ ഹെഡിങ് വായിച്ചു. അസ്സിദ്ഖു. ആ സിദ്ഖിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നജ്ജാനി എന്നെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ രക്ഷിച്ചു എന്ന ആ വാക്ക്, നജ്ജാനി എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നജ്ജ എന്ന വെർബ് ആണത്. നജ്ജ, യുനജ്ജി, നജ്ജിൻ, നജ്ജി.
തൻജിയത്തൻ ഫഹുവ മുനജ്ജിൻ വൽ മഫ്ഊലു മുനജ്ജ അല്ലെങ്കിൽ മുനജ്ജൻ എന്നുള്ളതാണ്. നജ്ജ അശ്ശൈഖ എന്ന് പറഞ്ഞാൽ അൻജാഹു ഖല്ലസഹു ഇൻതസഅഹു മിനൽ ഖതരി അൻഖദഹു. ഇതെല്ലാം ഒരേ അർത്ഥമാണ് നൽകുന്നത്, രക്ഷപ്പെടുത്തി, രക്ഷിച്ചു എന്നല്ല. നജ്ജ അഅതാഹു സലാമത, സമാധാനം നൽകുക എന്നുള്ളതാണ്. ഖല്ലസല്ലാഹു അൽ അബ്ദ മിനൽ ആഫത്തി, ആപത്തിൽ നിന്ന് അള്ളാഹു അടിമയെ രക്ഷിച്ചു. ഇവിടെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇത് സൂറത്തു ഖാഫ് എന്ന സൂറത്തിലെ ഖുറാനിക സൂറത്തിലെ ഒരു ആയത്താണിത്. ആയത്ത് 14-ാമത്തെ ആയത്താണിത്. 18-ാമത്തെ ആയത്ത്, 18-ാമത്തെ ആയത്താണിത്. മാ യൽഫുളു മിൻ ഖൗലിൻ, അവൻ ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദീഹി, അവന്റെ അടുക്കലുണ്ട്, റഖീബുൻ അതീദ്, ഒരുങ്ങിയിരിക്കുന്ന നിരീക്ഷകൻ അവന്റെ അടുക്കൽ ഇല്ലാതെ അവനൊരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം സത്യസന്ധതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹദീസ്. عن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال إن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الرجل لا يصدق حتى يكتب عند الله صديقا وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وإن الرجل لا يكذب حتى يكتب عند الله كذابا متفق عليه. ഈ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ ഹദീസ് അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, അറബിയാണ്. അപ്പോൾ അതിൽ അറബിയും ഹദീസും ഖുർആനും അറബിയുടെ ഒരു ഭാഗമാണ്. ഇവിടെ ഈ ഹദീസിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിശ്ചയം സത്യസന്ധത നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കും. ഒരു വ്യക്തി, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ലയസ്തുഖു, അവൻ സത്യം പറയുന്നു, ഹത്ത എത്രത്തോളം, യുക്തബു ഇൻദല്ലാഹി സിദ്ദീഖൻ, അള്ളാഹുവിന്റെ അടുക്കൽ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തുന്നതുവരെ അവൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വഇന്നൽ കദിബ, കളവ് അവനെ പാപത്തിലേക്ക് നയിക്കും, പാപം നരകത്തിലേക്ക് നയിക്കും. ഒരു വ്യക്തി കളവ് പറയുന്നു, എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ കദാബൻ, അവൻ കളവ് പറയുന്നവൻ എന്ന് എഴുതപ്പെടുന്നത് വരെ അവൻ കളവ് പറയുന്നു. മുത്തഫഖുൻ അലൈഹി. ഇവിടെ സത്യസന്ധതയെ കുറിച്ചും അതുപോലെ അതിൻ്റെ വിപരീതമായ കളവ് പറയുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഖുർആൻ ആയത്തും പഠിച്ചു, അതുപോലെ തന്നെ ഹദീസും. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഫഹ്മുന്നസ്, നമ്മുടെ കിതാബിൽ, നമ്മുടെ പാഠഭാഗത്തിൽ എന്താ ഉള്ളത് എന്ന് നോക്കാൻ പോകുകയാണ്. ഇന്ന ത്വരീഖ ഇലാ മിസ്ര ഖതീറത്തുൻ യാ വലദി എന്ന് ഉമ്മ പറയുന്നു. വലാകിൻ ലാ ബുദ്ദ മിൻ ത്വലബിൽ ഇൽമി യാ ഉമ്മി. എന്താണ് അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നടക്കുന്ന സംഭാഷണം? ഇന്ന ത്വരീഖ ഇലാ മിസ്ര, ഈജിപ്തിലേക്കുള്ള വഴി, ഖതീറത്തുൻ, അത് അപകടം നിറഞ്ഞതാണ്, യാ വലദി, എൻ്റെ മോനെ എന്ന് ഉമ്മ പറയുകയാണ്. വലാകിൻ ലാ ബുദ്ദ മിൻ ത്വലബിൽ ഇൽമി, വിജ്ഞാനം അന്വേഷിക്കൽ അത് അനിവാര്യമാണ്.
ഈജിപ്തിലേക്കുള്ള യാത്ര എന്നുള്ളത് അപകടം നിറഞ്ഞതാണെങ്കിലും വിജ്ഞാനം അന്വേഷിക്കൽ അത് അനിവാര്യമാണ്. യാ ഉമ്മി, എൻ്റെ ഉമ്മ എന്ന് മോൻ പറയുകയാണ്. ഖതീറത്തുൻ എന്ന വാക്കാണ് നമ്മൾ ആ കോൺവെർസേഷനിൽ പഠിച്ചത്. മലിഅത്തുൻ ബിൽ ആഫാതി, അപകടങ്ങൾ നിറഞ്ഞതാണ് എന്നതാണ് ഖതീറത്തുൻ എന്ന വാക്കിനർത്ഥം. ഇനി ആ വേർഡിലെ ഖതറ എന്ന വേർഡാണ് ഫിഅലുൻ, അത് വെർബാണ് ഖതറ. യഖ്തുറു വ യഖ്തിറു രണ്ട് രൂപത്തിലും ഉപയോഗിക്കും. ഖതറൻ വ ഖുതൂറൻ ഇത് രണ്ടും മസ്ദറുകളാണ്. ഫവ ഖാതിറുൻ വൽ ജംഉ ഖവാതിറുൻ വൽ മഫ്ഊലു മഖ്തൂറുൻ. ഖതറത്തിൽ ഹവാദിസു എന്ന് പറഞ്ഞാൽ ഹദസത്ത്, സംഭവങ്ങൾ നടന്നു, സംഭവിച്ചു എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഖതറത്തിൽ ഹവാദിസു എന്ന് കണ്ടു കഴിഞ്ഞാൽ സംഭവങ്ങൾ നടന്നു അല്ലെങ്കിൽ സംഭവങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ലാബുദ്ദ എന്ന വാക്ക്. ആ വാക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാബുദ്ദ അല ലറൂറത്തി ഔൽ ഇൽതിറാറി ലിഫഇലി അംരിൻ മാ എന്ന് വെച്ചാൽ ഈ ലാബുദ്ദ എന്ന വാക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ലറൂറത്തിനെ സൂചിപ്പിക്കും. ലറൂറത്ത് എന്ന് പറഞ്ഞാൽ അനിവാര്യതയെ സൂചിപ്പിക്കും. ലാബുദ്ദ മിൻ ത്വലബിൽ ഇൽമി എന്നൊക്കെ പറയുന്നത് പോലെ വിജ്ഞാനം അന്വേഷിക്കൽ അനിവാര്യമാണ്. ലിഫഇലി അംരിമ്മ, ആ ഫെയിലുള്ള കാര്യം, ലാബുദ്ദ എനിക്ക് ശേഷം വരുന്ന ഫെയില് അതിന്റെ കാര്യത്തെ അനിവാര്യമാക്കും എന്നാണ്. വഹിയ തുഅദ്ദി മഅന യജിബു ഔ യൻബഗി, അത് നൽകുന്ന ലാബുദ്ദ എന്നത് നൽകുന്നത് യജിബു നിർബന്ധമാണ്, യൻബഗി അനിവാര്യമാണ് എന്ന അർത്ഥമാണ് നൽകുക. ലാബുദ്ദ എന്ന് പറഞ്ഞാൽ ലാസിമുൻ അനിവാര്യമാണ്, വാജിബുൻ അല നിർബന്ധമാകുന്നു. ഇനി നമുക്ക് ലാബുദ്ദനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ലാബുദ്ദ എന്ന് പറഞ്ഞാൽ ജാറുൻ വ മജറൂറിൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ലാബുദ്ദയ്ക്ക് ശേഷം നമ്മൾ ഒരു ജാർ മജറൂറിനെ വെക്കുന്നു. പ്ലസ് മിൻ എന്ന വാക്ക് വെക്കുന്നു. പ്ലസ് അൻ വെക്കുന്നു. പിന്നെ ജുംലത്തുൻ ഫെയിലിയ എന്ന് പറഞ്ഞാൽ അതിൽ ഫെയിലായിരിക്കും, വെർബായിരിക്കും ഉണ്ടായിരിക്കുക. ഫിഅലുഹ മുളാരിഉൻ മൻസൂബുൻ, അൻ എന്ന വാക്ക് വരുന്നത് കൊണ്ട് അതിലെ ഫെയില് മുളാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ്, അത് ഫതഹ ആയിരിക്കും അൻ വന്നതുകൊണ്ട്. മിസാൽ ലാ ബുദ്ദ ലക മിൻ അൻ തജ്തഹിദ, ഇവിടെ ഉദാഹരണത്തിൽ ഒരുപാട് എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ലൈഡിൽ പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലാബുദ്ദ അനിവാര്യമാണ്, ലക്ക നിനക്ക്, മിൻ അൻ തജ്തഹിദ അധ്വാനിക്കുക എന്നുള്ളത് നിനക്ക് അനിവാര്യമാണ് എന്നതാണ് ആ വാക്ക്. ലാബുദ്ദ പ്ലസ് ജാർ വ മജ്റൂർ പ്ലസ് മിൻ പ്ലസ് മസ്ദർ. ഈ മിസാലുൻ ലാബുദ്ദ ലക്ക നിനക്ക് അനിവാര്യമാണ്, മിനൽ ഇജ്തിഹാദി അധ്വാനിക്കൽ നിനക്ക് അനിവാര്യമാണ്. ഈ രണ്ട് സെന്റൻസുകളുടെയും പ്രത്യേകത അന്നിന് ശേഷമുള്ള ഫെയിലു മുളാരിനെ മസ്തറാക്കി മാറ്റുകയാണ് ചെയ്തത്. മിനൽ ഇജ്തിഹാദി, മിൻ അവിടെ മുളാരി വെക്കുകയാണെങ്കിൽ അന്ന് ചേർക്കണം, മിൻ അൻ തജ്തഹിദ. ഇനി നമുക്ക് നസ്സിലേക്ക് കിടക്കാം, പാഠഭാഗത്തിലേക്ക്. ഹൽ തുആഹിദുനി അലൽ ഇൽതിസാമി സിദ്ഖി, നഅം ഉആഹിദുക എന്ന് വെച്ചാൽ ഉമ്മ വീണ്ടും ചോദിക്കുകയാണ് അവനോട്, നീ സത്യസന്ധത
തുടരും എന്നുള്ളത് എന്നോട് പ്രോമിസ് ചെയ്യാമോ? ഹൽ തുആഹിദുനി എന്നോട് നീ പ്രോമിസ് ചെയ്യുമോ? അല ഇൽത്തിസാമി സിദ്ഖി സത്യസന്ധത അനിവാര്യമാകും, അല്ലെങ്കിൽ നീ തുടരും, സത്യസന്ധനായിട്ട് തന്നെ തുടരും എന്നുള്ളത് എന്നോട് നീ പ്രോമിസ് ചെയ്യാമോ? നഅം ഉആഹിദുക ഉആഹിദുകി ഉമ്മാനോടാണ് പറയുന്നത്. എന്താണ്? ഞാൻ ഉമ്മയോട് എന്ത് ചെയ്യുന്നു? പ്രോമിസ് ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധത പുലർത്തുമെന്ന് ഞാൻ ഉമ്മയോട് പ്രോമിസ് ചെയ്യുന്നു. ഇനി ഉആഹിദു എന്ന വാക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ വാക്ക് തആഹദ എന്നതാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. അത് ഫെയിലാണ്, വെർബാണ്. തആഹദ അല എന്നാണ് അതിൻ്റെ മൊത്തത്തിലുള്ള വാക്ക്. തആഹദു തആഹുദൻ ഫഹുവ മുതആഹിദുൻ വൽ മഫ്ഊലു മുതആഹദുൻ അലൈഹി. തആഹദ തഹാലഫ കരാർ ചെയ്യുക, അഅതാഹു അഹദൻ കരാർ ചെയ്യുക അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുക എന്നൊക്കെ അതിന് അർത്ഥം പറയാവുന്നതാണ്. ഇൽത്തിസാം എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു. അത് ഇസ്മുൻ, അത് വെർബല്ല, അത് നൗൺ ആണ്. ഇൽത്തിസാമുൻ മസ്ദറു ഇൽത്തസമ അനിവാര്യമായി എന്നുള്ള ഇൽത്തസമ എന്ന വെർബിന്റെ ഉത്ഭവ വേർഡാണ് ഇൽത്തിസാമുൻ. ഈ ഇൽത്തിസാമുൻ എന്ന വേർഡിൽ നിന്നാണ് ഇൽത്തസമ എന്ന വാക്ക് ഉണ്ടായത്. ഇൽത്തസമ യൽതസിമു ഇൽത്തിസാമൻ ഫഹുവ മുൽതസിമുൻ വൽ മഫ്ഊലു മുൽതസമുൻ. ഇൽത്തിസാമു സിദ്ഖി എന്ന് പറഞ്ഞാൽ ദാവമ അലൈഹി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തുടരുക. സബത എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക. സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുക എന്നോ അതിൽ തന്നെ തുടരുക എന്നോ സത്യസന്ധത പുലർത്തുക എന്നോ നമുക്ക് അർത്ഥം പറയാവുന്നതാണ്. വീണ്ടും നമ്മൾ നെസ്സിലേക്ക് മടങ്ങുകയാണ്, ടെക്സ്റ്റിലേക്ക്. ഉമ്മ പറഞ്ഞു ഖുദ് യാ ബുനയ്യ ഹാദിഹി 50 ദീനാറൻ ദഹബൻ. അപ്പോൾ മോൻ പറഞ്ഞു ഹാദാ കസീറു യാ ഉമ്മി ജസാക്കില്ലാഹി ഖൈറ. ജസാക്കില്ലാഹു ഖൈറ എന്നാണ് പറയാം. ഉമ്മ പറഞ്ഞു മോനെ ഖുദ് യാ ബുനയ്യ, മോനെ ഇത് നീ പിടിക്കി, സ്വീകരിക്കി. ഹാദി 50 ദീനാറൻ 50 ദീനാർ ദഹബൻ സ്വർണമാണ് ഈ സഞ്ചിയിൽ ഉള്ളത്. അപ്പോൾ മോൻ പറഞ്ഞു ഹദാ കസീറുൻ, ഇത് ഈജിപ്തിലേക്കുള്ള എൻ്റെ വിജ്ഞാനം തേടിയുള്ള യാത്രയിൽ അധികമാണ്. യാ ഉമ്മി, എൻ്റെ ഉമ്മ. ജസാക്കില്ലാഹു ഖൈറൻ, അള്ളാഹു നന്മ പ്രതിഫലമായി നൽകട്ടെ ഉമ്മാക്ക് പ്രാർത്ഥിക്കുകയാണ് മോൻ ചെയ്തത്. ഇവിടെ നമ്മൾ ദഹബ് എന്ന വാക്ക് പഠിച്ചു. അത് സ്വർണം എന്നാണ് നമ്മൾ പഠിച്ചത്. മഅദനുൻ സമീനുൻ, അത് പറഞ്ഞാൽ മൂല്യമുള്ള ഒരു ഖനി ഉൽപ്പന്നമാണ്. ഖനി എന്ന് വെച്ചാൽ സ്വർണം നമ്മൾ ഖനികളിൽ നിന്ന് എടുക്കുന്നതാണ്. അത് മഅദനുൻ സമീനുൻ, മൂല്യമുള്ള എന്ന് വെച്ചാൽ അത് വിറ്റാൽ പൈസ കിട്ടുന്ന മൂല്യമുള്ള ഒരു വസ്തുവാണ്. അസ്ഫറുൽ ലൗൻ, അതിന് മഞ്ഞ നിറമാണ് ഉള്ളത്. യത്തഖിദു മിൻഹുൽ ഹുല്ലിയു, അതിൽ നിന്നും എന്ത് ഉണ്ടാക്കപ്പെടും? ആഭരണങ്ങൾ ഉണ്ടാക്കപ്പെടും. ആ ദഹബ് എന്നതിന്റെ പ്ലൂരൽ ജംഅ് അദ്ഹാബുൻ വദുഹൂബുൻ, രണ്ട് ജംഉകളും അതിനുണ്ട്. ജംഅ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. അദ്ഹാബ് എന്ന് ഉപയോഗിക്കും, വദുഹൂബുൻ എന്നും ഉപയോഗിക്കും. വീണ്ടും നമ്മൾ നെസ്സിലേക്ക് മടങ്ങുകയാണ്, ടെക്സ്റ്റിലേക്ക്. കം ബഖിയ മിനത്ത് ത്വരീഖി, ഇനി
വഴിയിൽ എത്ര അവശേഷിക്കുന്നുണ്ട്, എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈലുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് സഹയാത്രികൻ അദ്ദേഹത്തോട് അല്ല ആ മോൻ സഹയാത്രികനോട് ചോദിക്കുകയാണ്. ബഖിയ കസീറൻ, ഇനി ധാരാളം അവശേഷിക്കുന്നുണ്ട്, ധാരാളം കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾ അവശേഷിക്കുന്നുണ്ട്. ഇസ്ബിർ, നീ ക്ഷമിക്കൂ. വസ്തഈൻ, നീ സഹായം തേടൂ. ബില്ലാഹി, അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടൂ എന്ന് സഹയാത്രികൻ മോനോട് പറഞ്ഞു. നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നിന്നും പഠിച്ച ചില വാക്കുകൾ നമ്മൾ പഠിക്കാം. അതിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നുണ്ട്. ഇസ്തആന എന്നാണ് ആ വേർഡ്. ഇസ്തആന, ഇസ്തആന ബി, ഇസ്തആന ബില്ല എന്നതാണ് ആ വേർഡ്. യസ്തഈനു, ഇസ്തഈൻ, ഈ സഹായം ചോദിക്കുക ഫിഉൽ അംറാണ്. ഇസ്തആനത്ത് സഹായം മസ്ദർ, വഹുവ മുസ്തഈനുൻ വൽ മഫ്ഊലു മുസ്തആനുൻ. ഇസ്തആന എന്ന് പറഞ്ഞാൽ ത്വലബ മിൻഹുൽ ഔൻ വൽ മുസാഅദ, സഹായം അന്വേഷിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക, തേടുക. ത്വലബൻ നസ്ർ. വഇദാ സഅൽത, നീ ചോദിച്ചാൽ, ഫസ്അലില്ലാഹ, അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത, നീ സഹായം ചോദിച്ചാൽ, ഫസ്തഇൻ, നീ സഹായം ചോദിക്കുക. ഫസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഇപ്പം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുന്ന ഒരു ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ഇസ്തആന എന്ന വേർഡാണ് നമ്മൾ പഠിച്ചത്. നിന്നോട് മാത്രം ഞങ്ങൾ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, സഹായം തേടുന്നു. ഇനി വീണ്ടും നമ്മൾ നഴ്സിലേക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റിലേക്ക് മടങ്ങുന്നു. വഴിയിൽ വെച്ച് കുറെ കൊള്ളക്കാര് അവരെ കണ്ടുമുട്ടുന്നു. അവർ പറയുന്നു, കിഫ് മഖാനക്, നിന്റെ സ്ഥാനത്ത് തന്നെ നീ നിൽക്ക്, നീ നിന്റെ ഡോൺ മൂവ് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ, അതുപോലെ. മൻ തഹറക ഖതൽനാഹു, ആരെങ്കിലും നിങ്ങളുടെ സ്ഥലത്തുനിന്ന് ചലിച്ചാൽ, നീങ്ങിയാൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും, ഞങ്ങൾ അവനെ കൊല്ലും. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുരൂരിഹിം. അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നിന്നെ ഞങ്ങളാക്കുന്നു ഫീ നുഹൂരിഹിം, അവരുടെ കഴുത്തിന്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ അതൊരു പ്രാർത്ഥനയാണ്, അറബിയിലുള്ളൊരു രീതിയാണ്. അവരിൽ ഞങ്ങൾക്ക് നീ ആധിപത്യം നൽകണേ എന്നാണ്, അവരിൽ നിന്നും ഞങ്ങൾ നീ സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണത്. അവരുടെ തിന്മയിൽ നിന്നും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതിലെ ചില വേർഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തഹറക, യതഹറകു തഹറുകൻ ഫഹുവ മുതഹർരികുൻ. തഹറക എന്ന് പറഞ്ഞാൽ നീങ്ങുക, ചലിക്കുക എന്നുള്ളതൊക്കെയാണ്. ഖറജ അൻ സുകൂനിഹി, നിശ്ചലനായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും പുറപ്പെടുക അല്ലെങ്കിൽ നീങ്ങുക. നഹറ യൻഹറു നഹറൻ ഫഹുവ നാഹിറുൻ വൽ മഫ്ഊലു മൻഹൂറുൻ വനഹീറുൻ. ഫീ നുഹൂരിഹിം എന്ന വാക്ക് നമ്മൾ പഠിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നഹറ എന്ന് പറഞ്ഞാൽ നഹറൽ കബഷ എന്ന് പറഞ്ഞാൽ ദബഹഹു മിൻ നഹരിഹി. കബഷ് എന്ന് പറഞ്ഞാൽ ആടുകളിലെ ആണായിട്ടുള്ള കൊറ്റനാട് എന്ന് പറയുന്ന ആടിനെ അറുക്കുക എന്നുള്ളതാണ്. ഇവിടെ മിൻ നഹരിഹി എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ അറുക്കുന്ന ഭാഗത്തെയാണ് അവിടെ അറുക്കുക. നഹറുൻ മഅനാഹു ഖത്ലുൻ ഷദീദുൻ ദബ്ഹുൻ ഷദീദുൻ. വളരെ ഖത്ലുൻ ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തമായി ക്രൂരമായി കൊല്ലുക, അല്ലെങ്കിൽ ദബ്ഹുൻ ഷദീദ് എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയേറിയ ഭാഗത്ത് അറുക്കുക എന്നുള്ളതാണ്. കൃത്യമായി ഭാഗത്ത് അറുക്കുക. നഹറുൻ അതിന്റെ പ്ലൂരലാണ് നുഹൂർ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്.
യൗമുൻ നഹരി എന്ന് വെച്ചാൽ 60 ദിവസം. യൗമു ആഷിരി മിൻ ദിൽഹിജ്ജ എന്നുവെച്ചാൽ ബലിപെരുന്നാളിൽ ദിവസം എന്നാണ്. ദിൽഹിജ്ജ ദുൽഹജ്ജ് മാസത്തിലെ 10ാമത്തെ ദിവസം, പെരുന്നാൾ ദിവസം. അതിനെന്ത് പറയും? വയൗമുൽ ഹജ്ജിൽ അക്ബർ എന്ന് പറയും. അവ്വലു അയ്യാമി ഈദുൽ അദ്ഹ അൽ മുബാറക്, അനുഗ്രഹീതമായ ഈദുൽ അദ്ഹയിലെ ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം. വഹുവൽ യൗമുൽ ലദീ തൻഹറു ഫീഹിൽ ഹദായ വല്ലഹായ, ആ ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബലി അറുക്കുന്നത്. ശുക്രൻ ലക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.